ഹായ് ഹലോ മക്കളെ. അപ്പോൾ എല്ലാവരും തന്നെ സെക്കൻഡ് ടേം എക്സാം എല്ലാം നല്ല ഉഷാറായിട്ട് എഴുതി നല്ല മിടുക്കന്മാരായിട്ട് വെക്കേഷനൊക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പോൾ നമ്മളുടെ മാത്സിന്റെ ആൻസർ കീ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യേണ്ടേ വേണം. കാരണം നമുക്ക് കുറച്ചു പേർക്കെങ്കിലും എഴുതിയ ഉത്തരങ്ങൾ ശരിയാണോ ഇല്ലയോ എന്ന് ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. പിന്നെ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെ. അപ്പൊ നമുക്ക് ഇന്ന് എന്തായാലും എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് കൃത്യമായിട്ട് തന്നെ ഒന്ന് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. റെഡി ആണല്ലോ എല്ലാവരും? ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളുടെ സെക്കൻഡ് ടേം ആൻസർ കീ ഡിസ്കഷനിലേക്കാണ് കിടക്കുന്നത്. 6ാം ക്ലാസ്സുകാർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. തുടങ്ങാം നമുക്ക് എന്നാ. ഓക്കേടാ. അപ്പോ ഒട്ടും സമയം കളയാതെ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ 2 ഓപ്ഷൻസ് ആണുള്ളത്, എയും ബിയും ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം ചെയ്താൽ മതിയായിരുന്നു അല്ലെ. നമ്മളപ്പോ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുവേ. അപ്പൊ ഏറ്റവും ആദ്യം 1A ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നോക്കിക്കോളൂ, നമ്മൾ ടെക്സ്റ്റിൽ പഠിച്ച സെയിം ക്വസ്റ്റ്യൻ ആണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ കേട്ടോ. മൂഡ് കളയാത്തൊരു ക്വസ്റ്റ്യൻ അല്ലെ. ആദ്യം തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തു പോകാൻ പറ്റുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആ ചോദിച്ചത്. നോക്കിക്കേടാ, ലുക്ക് ഹൗ 72 is written as പ്രൈം ഫാക്ടേഴ്സ്. 72നെ അഭാജ്യ സംഖ്യ അല്ലെങ്കിൽ അഭാജ്യ ഘടകങ്ങളാക്കി തിരിച്ചെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അതിനകത്ത് കുറച്ച് പാറ്റേൺ തന്നിട്ടുണ്ട്. ഇനി ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ആൻഡ് റൈറ്റ് ദി മിസ്സിംഗ് നമ്പേഴ്സ്. ചില കളങ്ങളിൽ നമ്പേഴ്സ് ഇല്ല, ചിലതിലുണ്ട് ചിലതിലില്ല. അപ്പൊ ആ ഇല്ലാത്തവയെ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കാം, വായോ. 72നെ ആദ്യം 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ എത്ര കിട്ടും? 36 കിട്ടും അല്ലെ. വീണ്ടും ഇവിടെ ഏതോ ഒരു സംഖ്യ ഉണ്ട്. അപ്പൊ ആൻസർ എത്ര കിട്ടി? 18 കിട്ടി. അതായത് 36നെ ഏതോ ഒരു സംഖ്യ വെച്ച് ഡിവൈഡ് ചെയ്താൽ 18 കിട്ടണം. അത് ഏതാണ്? 36 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ നമുക്ക് 18 കിട്ടും അല്ലേടാ. ഇനി 18നെ 2 കളങ്ങളിലാക്കി മാറ്റണം. പക്ഷെ 2 സ്ഥലത്ത് ആരുമില്ല അല്ലെ. പക്ഷെ അടുത്തയിൽ ഒരു 3 കിടക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. 18നെ നമ്മൾ വീണ്ടും 2 വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യടാ. 2 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ 9 ആണ് അപ്പുറത്ത് കിട്ടുക അല്ലെ. 9 × 2 18 അറിയാലേ നമുക്ക്. ഇനി 9നെ 2 വെച്ച് കട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം 9 ഒരു ഓഡ് നമ്പർ ആണ്. അതുകൊണ്ട് 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പകരം നമ്മൾ 3 വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. 9/3 നമുക്ക് വീണ്ടും 3 എന്ന് തന്നെ കിട്ടും അല്ലെ. അപ്പൊ ഈ മിസ്സിംഗ് നമ്പേഴ്സ് എല്ലാം നമ്മൾ കണ്ടുപിടിച്ചു. 4 മിസ്സിംഗ് നമ്പേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു. ഉഷാറായിട്ട് കിട്ടിയല്ലോ. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ബി പാർട്ട് എന്തായിരുന്നടാ? If 144 is written as a product of prime numbers, നമ്മളിപ്പോ 72നെ എഴുതിയതുപോലെ തന്നെ 144നെയും നമ്മൾ ഇങ്ങനെ എഴുതുവാണെങ്കിൽ how many times will 2 appear in it? ഇതിനകത്ത് 2 എത്ര തവണ വരും എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് തുടങ്ങാം പരിപാടി. യെസ്. അപ്പൊ 144നെ നമ്മൾ ഏറ്റവും ആദ്യം 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാ. അപ്പൊ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നു. നമുക്ക് ഇങ്ങനെ നോക്കിയാൽ മതി. 14ന്റെ പകുതി എത്രയാ? 7 അല്ലേ. 4ന്റെ പകുതി എത്രയാ? 2 അല്ലേ. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ 72 എന്ന് കിട്ടും. 2ഉം 72ഉം കിട്ടി. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണോ? വേണ്ട. കാര്യം നമ്മൾ ഓൾറെഡി ഇവിടെ 72 ചെയ്തല്ലേ. ഇനി അടിയിലോട്ട് നമുക്ക് ഇനി ചെയ്യണം എന്നില്ല. ഓൾറെഡി നമുക്ക് ഇവിടെ ചെയ്ത് കിടക്കുന്നുണ്ട്. എന്നാലും നമുക്ക് ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതാം അല്ലെ. 32ഉം 2 36ഉം കിട്ടുന്നുള്ളത് നമുക്കിവിടെ ഓൾറെഡി കിടക്കുന്നുണ്ട് അല്ലെ. അപ്പോൾ 36ഉം 2ഉം എഴുതി. വീണ്ടും 36നെ കട്ട് ചെയ്യുമ്പോൾ 2ഉം അതേപോലെ തന്നെ 18 കിട്ടും. വീണ്ടും 18നെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2ഉം 9 എന്ന് കിട്ടും. വീണ്ടും 9നെ നമുക്ക് ഇങ്ങോട്ടേക്ക് എഴുതാം. 3ഉം 3 എന്ന് വന്നു അല്ലെ. അപ്പൊ മൊത്തത്തിൽ എത്ര 2 വന്നടാ? നമുക്കൊന്ന് 2 എണ്ണി നോക്കിയാലോ. എത്ര 2കൾ വരുന്നുണ്ട് എന്നാണ് ചോദ്യം അല്ലെ. 1 2 3 4 പ്രാവശ്യമാണ്. 4 ടൈംസ് ആണ് അപ്പൊ ഇവിടെ ഉത്തരം കിട്ടേണ്ടത്. 4 തവണയാണ് നമുക്ക് ഇവിടെ 2കൾ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പൊ അത് 72നെ കണക്ട് ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ 144 ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ആ ഒരു ട്രിക്ക് പെട്ടെന്ന് മനസ്സിലായെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ സിയിലേക്ക് കിടക്കാം. ദ സം ഓഫ് 2 പ്രൈം നമ്പേഴ്സ് ഈസ് 13. 2 അഭാജ്യ സംഖ്യകൾ എടുക്കുന്നു. അവയെ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ തുക കിട്ടുന്നത് എത്രയാടാ? 13 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ വിച്ച് ഈസ് ദ ലാർജസ്റ്റ് പ്രൈം നമ്പർ ഇൻ ദം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ പ്രൈം നമ്പേഴ്സ് ചെറുതായിട്ടൊന്ന് എഴുതി വെക്കാം. 2 ഉണ്ട്, 3 ഉണ്ട്, 5, 7, 8 ഇല്ല, 9 ഇല്ല, 10 ഇല്ല, 11 ഉണ്ട്, 12 ഇല്ല, 13 ഉണ്ട്, 14, 15, 16 ഇല്ല, 17 ഉണ്ട്, 18 ഇല്ല, പക്ഷെ 19 ഉണ്ട്, 20, 21, 22 ഇല്ല, 23 ഉണ്ട്. അങ്ങനെ ഇത് പോയിക്കൊണ്ടിരിക്കും അല്ലെ. ഇതിനകത്ത് 2 പ്രൈം നമ്പേഴ്സ് എടുത്തിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 13 കിട്ടും എന്നാ പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേടാ, 2ഉം 3ഉം 5ആണ്, 3ഉം 5ഉം 8ആണ്, 5ഉം 7ഉം 12 ആണ്, 7ഉം 11ഉം 18 ആണ്. അപ്പൊ അടുത്തുള്ള ആൾക്കാരെ ആഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ കിട്ടും എന്ന് നമുക്ക് തോന്നുന്നില്ല. ഇനി നമുക്ക് ഓരോരുത്തരെ അടുത്തവരെടുക്കാം. 2ഉം 5ഉം കൊടുക്കാം, 7ആ കിട്ടുന്നത് അല്ലെ. 2ഉം 7 കൊടുത്താൽ 9ആ കിട്ടുന്നത്. 2ഉം 11 എടുത്തു നോക്കി, 13 കിട്ടുമല്ലോ. 2ഉം 11ഉം കൂടി കൂട്ടുമ്പോൾ നമുക്ക് 13 കിട്ടുന്നുണ്ട്. സോ നമ്മുടെ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2ഉം
11 കൂടി കൂട്ടിക്കഴിഞ്ഞപ്പോ 13 കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതിനകത്ത് ഈ കൂട്ടത്തിൽ വലിപ്പമേറിയ സംഖ്യ, വലിയ സംഖ്യ ഏതാണ് എന്നാണ് ചോദ്യം അല്ലെ. അതിലെ വലിയ അഭാജ്യ സംഖ്യ ഏതാണെന്നാ ചോദിച്ചേക്കുന്നത്. ലാർജസ്റ്റ് ഏതാ വരിക? 2ലും 11ലും ലാർജസ്റ്റ് നമ്പർ ഏതാണ് വരുന്നത്? 11 വരുന്നത് അല്ലെ. 11 വലിയ അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് ഈ കൂട്ടത്തിൽ 11 കിട്ടേണ്ടത്. അങ്ങനെ ചുമ്മാ ഇങ്ങനെ കൂട്ടി കൂട്ടി നോക്കിയാൽ മതി. അത്രയ്ക്ക് സിമ്പിൾ ആയിരുന്നു ഇത്. വെറുതെ നമ്പേഴ്സ് ഇങ്ങനെ എഴുതി നോക്കുക, എന്നിട്ട് ഓരോ നമ്പേഴ്സും ഇങ്ങനെ കൂട്ടി നോക്കുക. അപ്പൊ എത്ര കിട്ടും? 13 എന്ന് കിട്ടുന്ന 2 നമ്പേഴ്സ് കണ്ടുപിടിക്കുക. 2ഉം 11. ഓക്കെ അല്ലേ? അതിനകത്ത് കൂട്ടത്തിൽ വലുത് 11. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമ്മളത് അടുത്ത ഡി ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഡി ക്വസ്റ്റ്യനിലേക്ക് കടക്കുമ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പല സ്ഥലത്തായിട്ട് ചോദിച്ചിട്ടുണ്ട് അല്ലേ. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഈ 4 ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നാണ് ചോദ്യം. നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ്, ടെക്സ്റ്റിൽ പഠിച്ചിട്ടുള്ള ടൈപ്പാണ്. ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 10 ആർ മൾട്ടിപ്പിൾസ് ഓഫ് 30. 10ന്റെ എല്ലാ ഗുണിതങ്ങളും 30ന്റെയും ഗുണിതങ്ങളാണ് എന്നാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. 10ന്റെ എല്ലാ ഗുണിതങ്ങളും 30ന്റെ ഗുണിതങ്ങളാണെന്ന് പറയുന്നു. രണ്ടാമത്തേൽ നോക്കുമ്പോൾ 20ന്റെ എല്ലാ ഗുണിതങ്ങളും 30ന്റെ ഗുണിതങ്ങളാണ് എന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. 20ഉം 30. ആദ്യം 10ഉം 30 അവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത് ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 30 ആർ മൾട്ടിപ്പിൾസ് ഓഫ് 15. 30ന്റെ എല്ലാ ഗുണിതങ്ങളും 15ന്റെയും ഗുണിതങ്ങളാണ് എന്നുള്ളതാണ് അടുത്തതിൽ പറഞ്ഞിരിക്കുന്നത്. 30ന്റെ ഗുണിതങ്ങളെല്ലാം 15ന്റെയും ഗുണിതങ്ങളാണ്. അവിടെ നിൽക്കട്ടെ. ഏറ്റവും അവസാനം ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 15 ആർ മൾട്ടിപ്പിൾസ് ഓഫ് 30. ഇനി നമുക്ക് ഓരോന്ന് വെച്ചിട്ട് എഴുതാം. അടിയിൽ നിന്ന് തുടങ്ങാം. 15ന്റെയും ഗുണിതങ്ങൾ എഴുതുവാണ്. 15, 30, 45. ഇനി അങ്ങനെ അത് പോയിക്കൊണ്ടിരിക്കും. ഇനി 30ന്റെ എഴുതാം. 30 ഉണ്ട്, അതിനുശേഷം 60 ഉണ്ട്, 90 ഉണ്ട്, 120 ഉണ്ട്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 15 ആർ മൾട്ടിപ്പിൾസ് ഓഫ് 30 എന്ന് പറയുന്നുണ്ട് അല്ലെ. ശ്രദ്ധിച്ചു നോക്കിക്കേ. ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 50യുടെ 15, 30, 45. 30ന്റെ നോക്കിക്കേ. 30, 60, 90, 120. അവിടെ തന്നെ പ്രശ്നമായില്ലേ. 15ന്റെ എല്ലാ ഗുണിതങ്ങളും 30ന്റെ വരുന്നുണ്ടോ? 45 എവിടെ? കാണുന്നില്ല. 45 30ന്റെ ടേബിളിൽ കാണുന്നില്ല അല്ലേ. അപ്പൊ ഓപ്ഷൻ ഡി അല്ല. നമുക്ക് അപ്പൊ തന്നെ പറയാം ഓപ്ഷൻ ഡി അല്ല. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത നേരെ തിരിച്ചാ പറഞ്ഞിരിക്കുന്നത്. ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 30. 30ന്റെ എല്ലാ ഗുണിതങ്ങളും നോക്കാം. 30, 60, 90, 120 എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി. മൾട്ടിപ്പിൾസ് ഓഫ് 15 ഓൾറെഡി നമ്മൾ എഴുതുന്നാളെ. 15, 30, 45 കഴിഞ്ഞാൽ പിന്നെ വീണ്ടും 60 വരും. 60 കഴിഞ്ഞാൽ വീണ്ടും 75 വരും. 90 വരും. ശ്രദ്ധിച്ചേ. 30ന്റെ എല്ലാ ഗുണിതങ്ങളും 15ന്റെ ആണോ നോക്കിക്കേ. 30 15ന്റെ ടേബിളിൽ 30 ഉണ്ട്. 60 60 വരുന്നുണ്ട്. 90 വീണ്ടും 90 വരുന്നുണ്ട്. അപ്പൊ ഒന്നിടവിട്ട് എപ്പോഴും നമ്മുടെ 30ന്റെ മൾട്ടിപ്പിൾസ് വന്നുകൊണ്ടേയിരിക്കും. ദേ ഇവിടെ 60 വന്നു, വീണ്ടും ദേ ഇവിടെ 90, ദേ ഇവിടെയും 90. അപ്പോ സി ഓപ്ഷൻ എന്താണ്? കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഒരെണ്ണം ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് കിട്ടിയ പിന്നെ ബാക്കിയുള്ളതിലേക്ക് പോണോ? നോക്കണം നമുക്ക്. യെസ്, ഓപ്ഷൻ സി ആണ് നമുക്ക് ഇവിടെ കറക്റ്റ് ഉത്തരമായിട്ട് കിട്ടുന്നത് കേട്ടോ. കാരണം ഒരെണ്ണേ ഉള്ളൂ, വേറെ ഓപ്ഷൻസ് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തതിലേക്ക് കടക്കുന്നു. 1A കംപ്ലീറ്റ് ആയ സ്ഥിതിക്ക് 1Bയിലേക്ക് കടക്കാം. റൈറ്റ് 110 is product of prime numbers. 110നെ നമ്മൾ അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായിട്ട് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ 110നെ ഉടനെ തന്നെ നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് 55 എന്ന് കിട്ടും. ഇനി വീണ്ടും 55നെ നമുക്ക് ഒരു പ്രൈം നമ്പർ വേണ്ടേടാ. 11 എന്ന് പറയുന്ന പ്രൈം വെച്ചിട്ട് 55നെ പറ്റത്തുള്ളൂ അല്ലെ. അപ്പൊ 5 എന്ന് കിട്ടും. ശ്രദ്ധിച്ചേ. 2 ഉണ്ട്, 11 ഉണ്ട്, 5 ഉണ്ട്. അപ്പൊ നോക്കാം. 110നെ അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 110 is equal to 2 into 5 into 11 എന്നാണ് നമുക്ക് എഴുതാൻ പറ്റുക കേട്ടോ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനും എളുപ്പമായിരുന്നു. ഇനി അടുത്തതിലേക്ക് കടക്കുമ്പോൾ 110ന് എത്ര ഘടകങ്ങൾ ഉണ്ടാകാം? ഘടകങ്ങളുടെ എണ്ണമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഘടകങ്ങളുടെ എണ്ണം നേരിട്ട് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ഇക്വേഷൻ നമ്മുടെ ഇവിടെ കിടക്കുന്നില്ല, ടെക്സ്റ്റിൽ കിടക്കുന്നില്ല. പക്ഷെ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ശ്രദ്ധിച്ചോ. 110 is equal to, ശ്രദ്ധിച്ചേടാ, 2 into 5 into 11. നോക്കിക്കോളൂ കേട്ടോ. നോക്കിക്കോ. 2 into 5 into 11. ഓരോന്നിന്റെയും മുകളിൽ പവറിൽ 1 ഇട്ട് കൊടുക്കുക കേട്ടോ. പവർ 1 അല്ലേ, കാരണം ഒരു 2 ഉള്ളൂ, ഒരു 5 ഉള്ളൂ, ഒരു 11 ഉള്ളൂ. അപ്പൊ പവറിൽ മുകളിൽ എന്ത് വരും? 1 ഓരോന്നിലും വരുന്നത്. ഇനി നമുക്ക് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഈസ് ഈക്വൽ ടു, ശ്രദ്ധിച്ചോ, 1 + 1. അതായത് ഓരോ പവർ കൊടുക്കുക, ഓരോന്നിന്റെയും പവർ എടുത്തിട്ട് അതിനോട് കൂടി 1 ആഡ് ചെയ്യണം. പ്ലസ് ഇനി അതിനുശേഷം നമ്മൾ അടുത്തെടുക്കുന്നു ഇൻറ്റു 1 + 1, വീണ്ടും ഇൻറ്റു 1 + 1, അതായത് 2 into 2 into 2. ഇതാണ് അതിന്റെ ഇക്വേഷൻ കേട്ടോ. ഓരോ പവർ എടുക്കുക, അതിനോട് കൂടെ 1 ആഡ് ചെയ്തിട്ട് എല്ലാവരെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 2 into 2 4 ആണ്, 4 into 2 8 ആണ്. അപ്പൊ എത്ര ഘടകങ്ങളുണ്ട്? 8
ഫാക്ടേഴ്സ് ആണ് നമ്മളുടെ 110 ഉണ്ടാവുന്നത്. ഓക്കെ, 8 ഫാക്ടേഴ്സ് കേട്ടോ. ഇനി അതിനുശേഷം അടുത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നു ഏതൊക്കെയാണ് ആ ഫാക്ടേഴ്സ്. എല്ലാ ഫാക്ടേഴ്സും എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. 110ന്റെ എല്ലാ ഘടകങ്ങളും 8 എണ്ണം നമുക്കിപ്പോൾ മനസ്സിലായി. അത് ഏതൊക്കെയാണ് എന്ന് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ചെയ്യാന്നോ? ഓക്കെ ആണല്ലോ. 110 ഘടകങ്ങൾ എഴുതുമ്പോൾ ഏറ്റവും ആദ്യം ഇത് വരണം, 1ഉം 110. 1ഉം വരും, 110ഉം, രണ്ടും എന്തായാലും അതിന്റെ ഘടകങ്ങളായിട്ട് വരുമല്ലോ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ നമുക്ക് 110നെ ഒന്ന് എന്ത് ചെയ്ത് എഴുതാം, ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഏതൊക്കെ രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 110 കിട്ടും എന്ന് ആദ്യം എഴുതിയാൽ പോരെ. അപ്പൊ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. 1 × 110, ഈ 1നെയും 110നെയും നമ്മൾ ഓൾറെഡി എടുത്ത് എഴുതി അല്ലേ. ഇനി 110നെ മറ്റൊരു രീതിയിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, 55ഉം 2ഉം 2ഉം 55ഉം അങ്ങനെ പറഞ്ഞില്ലേ. അപ്പൊ നിങ്ങൾക്ക് എഴുതാലോ 2 × 55. അപ്പൊ 2 എഴുതണം, 55ഉം എഴുതണം. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 × 22. എന്താണ് 5 × 22 ചെയ്താൽ നമുക്ക് 110 കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് അപ്പുറത്തോട്ട് എഴുതാലോ. ഓക്കെ, അപ്പൊ നമ്മൾ എഴുതുന്നു 5 ഉണ്ട്, 22 ഉണ്ട്. അപ്പൊ ഇത്രയും ആയല്ലോ. ഇനി നമുക്ക് ഒരു രീതിയിൽ കൂടി നമുക്ക് ഇവനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. 110 എന്ന് പറയുമ്പോൾ 10 × 11 അല്ലെ. 11ഉം 10 കൂടി കൂട്ടിയാൽ മൾട്ടിപ്ലൈ ചെയ്താൽ 110 അല്ലേ. അപ്പൊ നമുക്ക് 10ഉം 11ഉം എന്ന് കൂടി എഴുതാം. നമുക്ക് ഇതിനെ ഈ ഫാക്ടേഴ്സ് എഴുതുമ്പോൾ എപ്പോഴും ഓർഡർ ആക്കി എഴുതണോടോ. ചെറുതിൽ നിന്നും വലുതിലേക്ക് ഓർഡർ ആക്കി വേണം എഴുതാനായിട്ട്. അപ്പൊ നമുക്ക് ഒന്ന് വൃത്തിയാക്കി എഴുതാം. ആദ്യം 1 എഴുതി, പിന്നെ 2 ഉണ്ടല്ലോ, 2 എഴുതി, 3 ഇല്ല, 4 ഇല്ല, 5 ഉണ്ട് അല്ലേ. അപ്പൊ നമ്മളത് 5 എഴുതി. 5ന് ശേഷം പിന്നെ എന്താണ് 11 വരുന്നുണ്ട് അല്ലേ. 11 കഴിഞ്ഞാൽ 11ന് മുന്നേ 10 ഉണ്ട് അല്ലേ. 10 ഉണ്ട്, 11 ഉണ്ട്, അത്രയും കഴിഞ്ഞു. അപ്പോ 1 2 3 4 5 എണ്ണോ. ഇനി എത്ര കൂടി ഉണ്ട്? 3 എണ്ണം കൂടി ഉള്ളൂ. 8 എണ്ണല്ലേ ഉള്ളൂ. 22 ഉണ്ട്, 55 ഉണ്ട്, പിന്നെ നമ്മളുടെ ലാസ്റ്റത്തെ 110 ഉണ്ട് കേട്ടോ. അപ്പൊ നോക്കി എണ്ണി നോക്ക്, 1 2 3 4 5 6 7 8 കറക്റ്റ് ആണ്. 8 ഫാക്ടേഴ്സ് കിട്ടി. ഇതേ നമ്മൾ ഹാപ്പി ആയിട്ട് കണ്ടുപിടിച്ചു. ഓക്കെ ആണോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ നമ്പർ എത്ര ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ നമ്പറിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അതിലൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ ഇനിയിപ്പോ ഏതെങ്കിലും ഫാക്ടർ ഉണ്ടോ കണ്ടുപിടിക്കാൻ എന്ന് നമുക്ക് ഡൗട്ട് വരണ്ട. അപ്പോ ചിലപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുക ഫാക്ടേഴ്സ് എല്ലാം കണ്ടുപിടിച്ചിട്ട് അവിടെ പോയിട്ട് 8 എന്ന് എഴുതിയിട്ടുണ്ടാവും. അങ്ങനെയാണ് സാധ്യത. കാരണം ടെക്സ്റ്റിൽ ഈ ഒരു ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നില്ല. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മുടെ എക്സാമിന് ആൻസർ ചെയ്യേണ്ടിയിരുന്നത് കേട്ടോ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ 110ന്റെ ഫാക്ടേഴ്സ്, ഘടകങ്ങൾ വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്തയിലേക്ക് കിടക്കാം. റെഡി ആണല്ലോ? Yes. If the following numbers are written as product of prime numbers, which number will have both 2 and 5 as factors? ഈ തന്നിരിക്കുന്ന 66, 30, 45, 105 എന്നീ സംഖ്യകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായി എഴുതി കഴിഞ്ഞാൽ 2ഉം 5ഉം ഘടകമായിട്ട് വരുന്നത് ഇതിനകത്ത് ഏത് സംഖ്യയ്ക്കാണെന്നാണ് ചോദ്യം. 66ന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ എന്താണ് 2 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 2 × 33 വരും അല്ലെ. 33നെ വീണ്ടും 11 വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും? 3 × 11 എന്ന് വരും. അപ്പൊ 2 × 3 × 11 എന്ന് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് 30ന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 30നെ നമുക്ക് ആദ്യം 2 വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 15 കിട്ടും. പിന്നെ 5 വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3 കിട്ടും. അപ്പൊ എന്താ 2 × 3 × 5 നമ്മുടെ ആൻസർ കിട്ടിയില്ലേ. ആക്ച്വലി നമുക്ക് എന്നാലും അടുത്തും കൂടി ചെയ്ത് നോക്കാം. 45ന്റെ കേസ് എടുക്കുകയാണെങ്കിലോ 45നെ നമുക്ക് 2 വെച്ച് ചെയ്യാൻ പറ്റും അല്ലെ. 5 വെച്ച് ചെയ്തു 9, 3 വെച്ച് ചെയ്തു 3. അപ്പോ 3 × 3 × 5, 3 × 3 × 5. അടുത്ത എത്രയാടാ? 105 ആണ് അല്ലെ. 105നെ നമുക്ക് ചെറുതാക്കുമ്പോൾ 3 × 5 × 7 എന്നാണ് കിട്ടുക. 15 × 7 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഇതിൽ കിട്ടിയിരിക്കുന്നത്. നമ്മളുടെ നമ്പേഴ്സ് എല്ലാം നമ്മൾ ഫാക്ടേഴ്സ് ആക്കി, ഐ മീൻ ഗുണനഫലമായിട്ട്, എന്തിന്റെ? അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായിട്ട് എഴുതി. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 2ഉം 5ഉം വരുന്ന ഇതാണ്. ഇതിനകത്ത് 2ഉം 5ഉം കോമൺ ആയിട്ട് വന്നിരിക്കുന്ന ഇതിലാ. ആദ്യത്തേല് 2 ഉണ്ട്, 5 ഇല്ല. രണ്ടാമത്തേല് 2ഉം 5ഉം ഉണ്ട്. അപ്പൊ ഏതാണ് ആൻസർ വരേണ്ടത്? ഓപ്ഷൻ ബി 30 ആണ് നമ്മുടെ ആൻസർ. പക്ഷെ മൂന്നാമത്തേല് 5 ഉണ്ട്, 2 ഇല്ല. ലാസ്റ്റത്തേലും അത് തന്നെ 5 ഉണ്ട്, 2 ഇല്ല. ആ ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പൊ 5ഉം 2ഉം വരുന്ന ഏതിനാണ്? അതെ 30നാണ്. 2 ഉണ്ട്, 5ഉം ഉണ്ട്. പ്രശ്നം തീർന്നല്ലോ. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പോൾ അടിപൊളിയായിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ടേമിൽ നിന്ന് ഉള്ള ഒരു ടോപ്പിക് ആയിരുന്നു കേട്ടോ. ആദ്യത്തെ ടേമിൽ നിന്നുള്ള ഒരു ടോപ്പിക് ആണ്. The circle is divided into equal parts. What part of the circle is shaded? പക്ഷെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണിത്. കാരണം ഇത് എത്ര കഷ്ണമായിട്ട് മുറിച്ചേക്കുന്നത് ആദ്യം നമ്മൾ എഴുതണം. ആദ്യം നമ്മൾ കണ്ടുപിടിച്ച് എഴുതണം. അത് സിമ്പിൾ അല്ലേടാ. 1 2 3 4 5 6 എത്ര കഷ്ണമുണ്ട് ഇവിടെ? 6 കഷ്ണമുണ്ട്. അതിനകത്ത് എത്ര എണ്ണവും ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? 5 എണ്ണവും ഷെയ്ഡ് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? വൃത്തത്തെ ഒരേപോലെയുള്ള ഭാഗങ്ങളാക്കിയിരിക്കുന്നു. ഷെയ്ഡ് ചെയ്ത വൃത്തത്തിന്റെ എത്ര ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് അല്ലെ? എത്രയാണ്? ആ 5/6 അല്ലേ വരേണ്ടത്? 6 കഷ്ണത്തിൽ 5 കഷ്ണവും ഷെയ്ഡ് ചെയ്തിരിക്കുന്നു. സോ ആൻസർ
5/6 എന്നാണ് വരേണ്ടത്. എഴുതിയായിരുന്നു എല്ലാവരും. ഇനി അതിനുശേഷം നമ്മുടെ ബി ക്വസ്റ്റ്യനിലേക്ക് കടക്കുമ്പോൾ റൈറ്റ് ദ ഫ്രാക്ഷൻ ഷോയിങ് ദ ഷെയ്ഡഡ് പോർഷൻ ആസ് ദി സം ഓഫ് 1/2 ആൻഡ് അനദർ ഫ്രാക്ഷൻ. നമ്മളോട് പറഞ്ഞിരിക്കുന്നു ഇതിൽ ഷെയ്ഡ് ചെയ്ത ഭാഗത്തെ സൂചിപ്പിക്കുന്ന ഭിന്നസംഖ്യ. നമുക്ക് ആദ്യം അത് എഴുതാം. 5/6 ഇതിനെ 1/2ന്റെയും മറ്റൊരു ഭിന്നസംഖ്യയുടെയും തുകയായിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? 1/2 പിന്നെ ഏതോ ഒരു ഫ്രാക്ഷനും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ആ ഫ്രാക്ഷൻ നമുക്ക് എക്സ് എന്ന് പേര് കൊടുക്കാം. ഏതോ ഒരു ഭിന്നസംഖ്യയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 5/6 കിട്ടണം. അതായത് നമുക്ക് ഇവിടെ എക്സ് കണ്ടുപിടിക്കാനായിട്ട് എന്താണ് മാർഗം? ഈ 1/2നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ മതി. ഇവിടെ പോസിറ്റീവ് ആയിട്ടിരിക്കുന്ന 1/2 ഇപ്പുറത്തേക്ക് വരുമ്പോൾ നെഗറ്റീവ് ആയിരിക്കുന്നു. Therefore, needed fraction അല്ലെങ്കിൽ എക്സ് എന്ന് കൊടുക്കാം. ഞാനിപ്പോ തൽക്കാലം ആവശ്യമായിട്ടുള്ള ഭിന്നസംഖ്യ needed fraction is equal to 5/6 minus 1/2. ഈ 1/2 ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ നെഗറ്റീവ് ആകുന്നു. അപ്പൊ നോക്കിയടാ, ഇവിടുത്തെ ഡിനോമിനേറ്റേഴ്സ് സെപ്പറേറ്റ് ആണ് അല്ലെ. ഇവിടെ 6ഉം അവിടെ 2 ആണ്. അപ്പൊ നമുക്ക് 2നെ 6 ആക്കിക്കൂടെ? ഡിനോമിനേറ്റേഴ്സ് നമ്മുടെ ഛേദങ്ങളെ ഒന്നാക്കിക്കൂടെ? ഒന്നാക്കാം. അതിനുവേണ്ടി 2നെ 6 ആക്കാൻ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 2 × 3 6 ആകുന്നു. മുകളിലും താഴെയും നമ്മൾ സെയിം നമ്പർ വെച്ചിട്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എന്തായി മാറി? 5/6 മൈനസ് 3/6 എന്നായില്ലേടാ. അപ്പൊ എന്ത് വരണം? 5 മൈനസ് 3/6. 5 മൈനസ് 3 എന്ന് പറയുമ്പോൾ 2/6 എന്ന് കിട്ടി. 2/6നെ നമുക്ക് ഒന്നുകൂടി ചെറുതാക്കി കൂടെ? 2/6നെ ഒന്നുകൂടി ചെറുതാക്കുമ്പോൾ 1/3 എന്ന് കിട്ടുന്നു. സോ അവർ ആൻസർ ഇസ് 1/3. 1/2ഉം 1/3യും കൂടി കൂട്ടിയാലാണ് നമ്മുടെ 5/6 കിട്ടുന്നത്. ഓക്കെ ആണോ? 1/3യും 1/2ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ 5/6 എന്ന് പറയുന്ന ഉത്തരം കിട്ടും. ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ ആ കാര്യങ്ങൾ? അങ്ങനെയാണെങ്കിൽ സി പാർട്ട്, ഇതിനകത്ത് സി ക്വസ്റ്റ്യൻ ഉണ്ട്. നോക്കിക്കേ, ഡ്രോ എ സർക്കിൾ ആൻഡ് ഷെയ്ഡ് ഇറ്റ് ടു ഷോ 1/4 പ്ലസ് 1/8. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഫ്രാക്ഷന്റെ ഉത്തരം കണ്ടുപിടിക്കണം. 1/4ഉം 1/8ഉം കൂടി കൂട്ടിയാൽ എത്ര വരും എന്ന് നമ്മൾ ആദ്യം അറിയണം. അതിനുവേണ്ടി ഇവിടെ ഡിനോമിനേറ്റേഴ്സ് തുല്യമായിട്ട് ചെയ്യാം. 4 ഉണ്ട് 8 ഉണ്ട്. ദൈവം സഹായിച്ച് 4 8 മൾട്ടിപ്പിൾസ് ആണ് കിട്ടിയിരിക്കുന്നത് അല്ലെ. അപ്പൊ 4നെ 8 ആക്കി മാറ്റാൻ × 2 ചെയ്താൽ പോരേടാ. മുകളിലും താഴെയും × 2 ചെയ്യുക. അപ്പൊ മുകളിൽ ഇപ്പൊ 2 ആയി മാറി അല്ലെ. അപ്പൊ നമ്മുടെ ആവശ്യമായിട്ടുള്ള ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 2 + 1 / 8 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/8. അതായത് ഒരു സർക്കിൾ വരയ്ക്കണം, അതിനെ 8 കഷ്ണങ്ങളാക്കി മുറിക്കണം, 3 കഷ്ണങ്ങൾക്ക് ഷെയ്ഡ് കൊടുക്കണം. എന്നാലേ 8ൽ 3 ഭാഗം കിട്ടുള്ളൂ നമുക്ക്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം? സർക്കിൾ വരയ്ക്കാം. സർക്കിൾ അത്ര ഭംഗിയായില്ല, എന്നാലും ഒന്നുകൂടി വരയ്ക്കാം. ഓക്കെ, ദേ സർക്കിൾ കിട്ടി. കൊള്ളാം. യെസ്, 2 ആയി, 4 6 8. ഓക്കെ ആണല്ലോ? നിങ്ങൾ മറ്റേ കോമ്പസ് ഒക്കെ എടുത്ത് വരയ്ക്കുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. ഇനി എന്ത് ചെയ്യണം? 3 കഷ്ണങ്ങൾക്കാണ് ഷെയ്ഡ് കൊടുക്കേണ്ടത് അല്ലെ. 3 കഷ്ണങ്ങൾക്ക് നമുക്ക് ഇഷ്ടമുള്ള എവിടെന്നെങ്കിലും ഒരു 3 കഷ്ണങ്ങൾക്ക് എന്ത് ചെയ്യണം? ഷെയ്ഡ് കൊടുക്കണം. അപ്പൊ എന്ത് ചെയ്യാം? ഞാൻ ഇവിടെ നിന്ന് 3 കഷ്ണമാണ് എടുക്കുന്നത് കേട്ടോ. 1 2 3. ഓക്കെ ആയില്ലേ? 3/8 ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടി. ഇത്രയുള്ള പരിപാടി. ആദ്യം സം ചെയ്യാം, എന്നിട്ട് സർക്കിൾ വരയ്ക്കണം. ഓക്കെ, ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡി ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഇതിനകത്ത് ഒരു സ്റ്റേറ്റ്മെന്റും ഒരു റീസണും, ഒരു പ്രസ്താവനയും ഒരു കാരണവും തന്നിട്ടുണ്ട്. ഇതിനകത്ത് താഴെ 4 ഓപ്ഷൻസും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ സ്റ്റേറ്റ്മെന്റും റീസണും ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് കണ്ടുപിടിക്കാം. നോക്കിക്കേടാ, 1/3 + 1/6 ഈസ് ഗ്രേറ്റർ ദാൻ 1/2 എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഈ 1/3ഉം 1/6ഉം കൂടി ചെയ്തു നോക്കണം അല്ലെ. നമുക്ക് ചെയ്തു നോക്കാം. ഇത്ര നേരം ചെയ്ത സെയിം പരിപാടി. അതായത് ഡിനോമിനേറ്റേഴ്സ് തുല്യമാക്കണം. തുല്യമാക്കാൻ × 2 × 2. അപ്പോൾ 2 + 1/6 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/6. 3/6നെ ചെറുതാക്കുമ്പോൾ 1/2. അപ്പൊ ഇത് ശരിയാവോ? സം ചെയ്താൽ കിട്ടുന്നത് 1/2. അത് 1/2നെക്കാട്ടിലും കൂടുതലാണ് എന്നാണ് ഇവർ പറയുന്നത്. നോ വേ അല്ലെ. നമുക്കത് എന്തായാലും പറ്റത്തില്ല, അത് തെറ്റാണ്. ഈക്വൽ ആയിട്ടാണ് വരുന്നത്. 1/3 + 1/6 ഈസ് ഈക്വൽ ടു 1/2 ആണ്, അല്ലാതെ ഗ്രേറ്റർ അല്ല വരുന്നത്. അപ്പൊ അത് തെറ്റാണ് അല്ലെ. ഇനി അടുത്ത് നോക്കാം. 3/6 ഈസ് ഈക്വൽ ടു 1/2. കറക്റ്റാ, നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞേ ഉള്ളൂ അല്ലേ. ഇത് കറക്റ്റ് ആണ്, പക്ഷെ ആദ്യത്തെ തെറ്റിപ്പോയിടാ. അപ്പോ റീസൺ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ നോക്കാം. സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്, റീസൺ ഈസ് റോങ്. അതല്ല, സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്, റീസൺ ഈസ് കറക്റ്റ്. ദിസ് ഈസ് അവർ ആൻസർ. ബി ആണ് നമ്മുടെ ഉത്തരം വരേണ്ടത് കേട്ടോ. ബി ആണ് നമ്മളുടെ ഉത്തരം കിട്ടേണ്ടത്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മളുടെ മൂന്നാമത്തെ ചോദ്യം, എനിക്ക് തോന്നുന്നു ഈ ഒരു എക്സാമിൽ കുറച്ചെങ്കിലും നിങ്ങളെ കുഴപ്പിച്ചിട്ടുണ്ടാവാൻ പോകുന്ന മണി മാത്ത് ആയിരിക്കും. അന്ന് എക്സാമിന്റെ രാവിലെ എന്ന് തന്നെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു മണി മാത്ത് കുറച്ച് പ്രശ്നമാണ് എന്നുള്ളത്. അതുപോലെ തന്നെ മണി മാത്ത് കുഴപ്പിച്ചിട്ടുണ്ടാകും എന്നാണ് എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ തോന്നിയത്. എന്തായാലും നമുക്ക് നോക്കാം. യെസ്, നോക്കിക്കേ, ഇവിടെ ഒരു പരസ്യം തന്നിരിക്കുകയാണ് അല്ലെ. ന്യൂ ഇയർ
ഓഫർ, ന്യൂ ഇയർ എത്തിയല്ലേ, ഇനിയിപ്പോ തിങ്കളാഴ്ചയായി, ഇനിയിപ്പോ വ്യാഴാഴ്ച ന്യൂ ഇയർ ആണ്, അല്ല ബുധനാഴ്ച രാത്രി പരിപാടി തുടങ്ങും അല്ലെ മിസ്സേ, അത് തന്നെ. അപ്പോ ന്യൂ ഇയർ ഓഫർ 30% ഓഫ് ഓൺ ക്ലോത്ത്. പുതു വത്സരമൊക്കെ ഇല്ലേ, അപ്പൊ അതുകൊണ്ട് എന്താണ് ഒരു 30% ഓഫർ കൊടുക്കുവാണ് ഒരു കടയില്. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നു, പരസ്യം കണ്ടല്ലോ അല്ലെ നിങ്ങൾ, ഡിഡ് യു സീ ദ ആഡ്, കണ്ടല്ലോ അല്ലേ? അപ്പൊ എന്ത് ചെയ്യും, നമുക്ക് കുറച്ച് തുണിയൊക്കെ എടുക്കാൻ അങ്ങോട്ട് പോവാം. നോക്കിക്കോളൂ, വാട്ട് ഡിസ്കൗണ്ട് വിൽ ഗെറ്റ് വെൻ വി ബൈ ക്ലോത്ത്സ് ഫോർ ₹100 ഫ്രം ദിസ് ഷോപ്പ്. നമ്മൾ ഈ കടയിൽ നിന്നും 100 രൂപയ്ക്ക് വസ്ത്രം വാങ്ങിയാൽ നമുക്ക് കിട്ടുന്ന വിലക്കുറവ് എത്രയാണ് എന്നാണ് ചോദ്യം. സിമ്പിൾ, എന്താണ് ചെയ്തേ, 100ന്റെ 30% അങ്ങോട്ട് കണ്ടുപിടിച്ചാൽ പോരെ. അതായത് 100 രൂപയ്ക്ക് സാധനം വാങ്ങിച്ചാൽ നമുക്ക് എത്ര ഡിസ്കൗണ്ട് കിട്ടും, അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 100 × 30/100. സിമ്പിൾ. എന്ത് ചെയ്യണം, താഴേന്ന് 2 0 മുകളിൽ നിന്ന് 2 0 കട്ട് ചെയ്ത് കളഞ്ഞാൽ ആൻസർ ഈസ് 30 rupees. അപ്പൊ 30 രൂപ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും. 70 രൂപ നമ്മൾ കൊടുത്താൽ മതി അല്ലേടാ. 100 രൂപയ്ക്ക് സാധനം വാങ്ങിച്ചാൽ 70 രൂപ കൊടുത്താൽ മതി, 30 രൂപ ഡിസ്കൗണ്ട്. കൊള്ളാം, ഈ ഒരു പരിപാടി കൊള്ളാം അല്ലേ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിരുന്നു, ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ഇനി ബിയിലേക്ക് കിടക്കാം. നോക്കിക്കോ, ഇനി അബു ചെന്നോട്ടോ ഈ കടയില്. Abu got 90 rupees discount when he bought clothes from the shop. For how much rupees did Abu buy clothes? അബു ഈ കടയിൽ നിന്ന് വസ്ത്രം വാങ്ങിയപ്പോൾ 90 രൂപ കുറവ് കിട്ടി. അങ്ങനെയാണെങ്കിൽ അബു എത്ര രൂപയ്ക്കാണ് വസ്ത്രം വാങ്ങിയത് എന്നാണ് ചോദ്യം. അതായത് നമ്മുടെ ടോട്ടൽ എമൗണ്ട് എത്രയാണ് നമുക്ക് അറിയാൻ പാടില്ല. ആ എമൗണ്ട് നമ്മൾ ഇത് ഇവിടെ കൊടുക്കുന്നു. എമൗണ്ട് എത്രയായാലും ആര് സാധനം വാങ്ങിച്ചാൽ അത് എത്ര പെർസെന്റേജ് ഡിസ്കൗണ്ട് കിട്ടും, 30% ഡിസ്കൗണ്ട് കിട്ടും. അപ്പോ എമൗണ്ട് ഇൻടു 30%, ഏതോ ഒരു വിലയ്ക്ക് പുള്ളി വാങ്ങിച്ചു, അതിനകത്ത് 30% ഡിസ്കൗണ്ട് എമൗണ്ട് ആണ് എത്ര അപ്പുറത്ത് വരണ്ടേ, 90 എന്ന് വരേണ്ടത്. ആ വില എത്രയാണോ, വിലയുടെ 30% 90 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എമൗണ്ട് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, യെസ്, എമൗണ്ട് ഇൻടു 30/100 is equal to 90. ഈ 30/100 നമ്മൾ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ഇവന്മാര് തിരിഞ്ഞു വരും അല്ലേടാ. therefore amount is equal to 90 into 100/30 എന്നാണ് നമുക്ക് വരേണ്ടത്. എന്താണ് 100/30 എന്ന് വരുന്നത് അല്ലെ. മുകളിൽ നിന്നും താഴെ നിന്നും നമ്മൾ എന്ത് കട്ട് ചെയ്ത് കളയും, ഓരോ 0 കട്ട് ചെയ്ത് കളയും. അപ്പൊ എന്ത് വരും, 900/3 എന്ന് വരും. 9/3 എന്ന് പറഞ്ഞാൽ 3 തന്നെയാണ്. അപ്പൊ 300 രൂപയ്ക്ക് സാധനം അബു വാങ്ങിച്ചിട്ടുണ്ടാകണം. സോ എത്രയാണ് ആൻസർ വരേണ്ടത്, 300 rupees ആണ് നമ്മളുടെ ഈ ബി ക്വസ്റ്റിന്റെ ഉത്തരമായിട്ട് നമുക്ക് കിട്ടേണ്ടിയിരുന്നത്. കിട്ടിയോ എല്ലാവർക്കും? ഇത് നല്ല ഉഷാറ് ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സൂപ്പറാണ്. ഓക്കെ അപ്പോ 300 രൂപ നമുക്ക് കിട്ടും. ഇനി സിയിലേക്ക് കടക്കുമ്പോൾ രാജു ആണ് നമ്മുടെ അടുത്ത ആള് എന്ന് പറയുന്നത്. രാജു ബോട്ട് ക്ലോത്ത്സ് ഫ്രം ദ ഷോപ്പ് ഫോർ 1560 rupees. ഹൗ മച്ച് ഷുഡ് രാജു പേ? ഇവിടുത്തെ ചോദ്യം ഡിസ്കൗണ്ട് എത്രയാണ് എന്നുള്ളതല്ല. 1560 രൂപയ്ക്ക് വസ്ത്രം വാങ്ങിക്കുകയാണെങ്കിൽ രാജു എത്ര രൂപ കൊടുക്കേണ്ടി വരും? കാരണം ഈ ഷോപ്പിൽ 30% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പൊ ഡിസ്കൗണ്ട് കഴിച്ചിട്ടുള്ള തുക കൊടുത്താൽ മതി അല്ലേ. നോക്കിക്കേടാ, 1560ന്റെ 30% നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ദേ താഴ്ത്തുന്ന ഒരു 0, മുകളിൽ നിന്ന് ഒരു 0, വീണ്ടും ഒരു 0, ദേ ഇവിടെ നിന്ന് ഒരു 0. അപ്പൊ എന്ത് ബാക്കി വരും, 156 × 3 എന്നാണ് നമ്മളുടെ ഡിസ്കൗണ്ട് എമൗണ്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എത്രയാണ്, 156 × 3 എന്നാണ് നമ്മുടെ ഡിസ്കൗണ്ട് എമൗണ്ട്. 468 രൂപയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഡിസ്കൗണ്ട് കിട്ടേണ്ടത്. 468 rupees. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, മൊത്തം 1560 ആണല്ലേ. therefore he should pay, എത്ര കൊടുക്കണം എന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. therefore he should pay is equal to 1560 നിന്നും 468 രൂപ മൈനസ് ചെയ്യണം. എന്നാലേ പുള്ളി എത്ര രൂപ അടയ്ക്കേണ്ടി വന്നു എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ആൻസർ കിട്ടുന്നത് 1092 രൂപയാണ് കേട്ടോ. 1092 രൂപയാണ് നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടേണ്ടത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഉഷാറായിട്ട് നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ, ഡി ക്വസ്റ്റ്യൻ ഐ എഗ്രി ഇത്തിരി പാടായിരുന്നു. ഓക്കെ, ഡി ക്വസ്റ്റ്യൻ നമ്മളൊന്ന് കുഴപ്പിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. അതിപ്പോ ചെയ്തില്ല എന്ന് വെച്ചാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റും അല്ലേ മിസ്സേ മക്കളെ. ഓക്കെയാണോ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു 30% ഡിസ്കൗണ്ട്? ഈ തന്നിരിക്കുന്നതിൽ 30% ഡിസ്കൗണ്ട് വരുന്ന കേസ് ഇതിനകത്ത് ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേടാ, 100 rupees ഡിസ്കൗണ്ട് ഓൺ 500 rupees. 500 രൂപയില് 100 രൂപ കിട്ടിയിരിക്കുന്നു. അപ്പൊ 500ന് 30% നോക്കിക്കേ. 500ന് 30% ജസ്റ്റ് ഒന്ന് നോക്കിക്കുക എല്ലാവരും. 500 × 30/100. പറ്റത്തില്ല, 2 0 കട്ട് ചെയ്ത് കഴിയുമ്പോൾ 150 വരുന്നത്. അപ്പൊ ഇത് തെറ്റാ അല്ലെ, ഇത് കറക്റ്റ് അല്ല.
ഇനി അടുത്ത് നോക്കാം 60 റുപ്പീസ് ഡിസ്കൗണ്ട് ഓൺ 150 റുപ്പീസ്. അതും നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. നോക്കാം 150 into 30/100. നോക്കിയടാ 0.00 കെട്ടാവുന്നു 45 രൂപയെ വരുള്ളൂ. അപ്പൊ അതും തെറ്റാണ്. അടുത്ത നോക്കി 30 പൈസ ഡിസ്കൗണ്ട് ഓൺ 1 റുപ്പി. അതിന് ചില സാധ്യതകൾ കാണുന്നുണ്ട്. കാരണം ഇവിടെ 30% ഇവിടെയും 30 വന്നു. ഇനി അടുത്തിൽ നോക്കി 300 റുപ്പീസ് ഡിസ്കൗണ്ട് ഓൺ 1000 റുപ്പീസ്. നമുക്ക് ആദ്യം അതൊന്ന് കണ്ടുപിടിക്കാം. പൈസ അവിടെ നിൽക്കട്ടെ. 1000ന്റെ 30% നമുക്ക് നോക്കാം. 1000 into 30/100. 2 0 കട്ട് ചെയ്ത് കളഞ്ഞാൽ 30 ഉണ്ട് 0 ഉണ്ട് 300 രൂപ. ഇത് കറക്റ്റാ അല്ലേടാ? നാലാമത്തെ കറക്റ്റ് ആണ്. ഇനി നമുക്ക് ഓപ്ഷൻസിലേക്ക് ഒന്ന് കടക്കാം. ഓപ്ഷൻസ് നോക്കി കഴിയുമ്പോൾ ഇതിനകത്ത് ഒരു കാര്യം വ്യക്തമാണ്. എല്ലാത്തിനും 2 പേരുണ്ട്. അപ്പൊ നമുക്കിപ്പോ കിട്ടിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ 4 ശരിയാണെന്ന് പറയുന്നുണ്ട് അല്ലെ? അപ്പൊ ആദ്യത്തേല് 4 ഇല്ല. അപ്പൊ എയിൽ നമുക്ക് അപ്പത്തിന് ഓടിക്കാം. രണ്ടാമത്തേലും 4 ഉണ്ട്, നാലാമത്തേലും 4 ഉണ്ട് അല്ലേടാ? സിയിനെയും ഓടിക്കാം, കാരണം അതിനകത്ത് 4 ഇല്ല. അപ്പൊ അവൻ വേണ്ട. ഇനി ബിയും ഡിയും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബിയില് 3ഉം 4ഉം ഡിയില് 2ഉം 4ഉം. പക്ഷെ ഇവിടെ 2 തെറ്റാണ് അല്ലേടാ? അപ്പോ 2 തെറ്റായത് കൊണ്ട് ഇവനെയും നമുക്ക് ഒഴിവാക്കാം. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി. കണ്ടല്ലോ, ഒരെണ്ണം കണ്ടുപിടിക്കാതെ തന്നെ നമുക്ക് ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ഉത്തരം കിട്ടേണ്ടത്. അങ്ങനെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കാതെ തന്നെ അങ്ങോട്ടേക്ക് എത്താൻ പറ്റും. കണ്ടുപിടിച്ചാൽ നമുക്ക് കിട്ടും. പക്ഷെ പൈസ ആയതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ വേണ്ട എന്ന് വിചാരിച്ചാണ് ഈ ഒരു മെത്തേഡ് പറഞ്ഞത്. ക്ലിയർ ആണോ? ഓപ്ഷൻ ബി ആണ് ഉത്തരം കിട്ടേണ്ട കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ, 4 തന്നെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, എയും ബിയും. അതിനകത്ത് ആദ്യത്തത് നമ്മളുടെ അൺചേഞ്ചിങ് റിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിരിക്കുന്നതാണ്. റൈറ്റ് 5 കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 3. 3ന്റെ തുടർച്ചയായ 5 ഗുണിതങ്ങൾ എഴുതാം. വെരി സിമ്പിൾ. എല്ലാവരും 3, 6, 9, 12, 15 എന്ന് എഴുതിയിട്ടുണ്ടാവും. ഐ ആം ഷുവർ. ഓക്കെ, ഞാൻ അങ്ങനെ എഴുതി, അവരും അങ്ങനെ എഴുതിയിട്ടുണ്ടാവും അല്ലെ മിസ്സേ? അതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്ന അതാണ്. അപ്പൊ നമ്മൾ അതായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ഒരു പ്രശ്നവും എന്ത് വേണമെങ്കിലും എഴുതാം എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. 3ന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കണം എന്ന് മാത്രം, തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോകണം, അത്രേ ഉള്ളൂ. ഇനി അടുത്ത് നോക്കാം. Of these numbers, what is the relationship between the sum of the first and fifth numbers and the sum of the second and fourth numbers? അപ്പൊ ഞാൻ ഇങ്ങോട്ടേക്ക് ആ നമ്പേഴ്സ് ഒന്ന് എടുത്ത് എഴുതാം. 3, 6, 9, 12, 15. നമ്മളോട് ചോദിച്ചിരിക്കുന്നു അതിൽ ആദ്യത്തെയും അഞ്ചാമത്തെയും സംഖ്യകളുടെ തുകയും. അപ്പൊ നമുക്ക് അതെടുക്കാലോ. ആദ്യം ആദ്യത്തെയും അഞ്ചാമത്തെയും സംഖ്യകളുടെ തുക, അതായത് 3 + 15 അല്ലെ? 3 + 15 എന്ന് പറയുമ്പോൾ 18 ആണ് കിട്ടുന്നത്. ഇനി അടുത്ത നോക്കാം, രണ്ടാമത്തെയും നാലാമത്തെയും. അടുത്ത നമുക്ക് മറ്റൊരു കളർ എടുക്കാടാം. രണ്ടാമത്തെയും നാലാമത്തെയും. 2 എന്ന് പറയുമ്പോൾ 6 ആണ്, നാലാമത്തെ എന്ന് പറയുമ്പോൾ 12 ആണ്. അപ്പോ 12 മാറും 18 ആണ് വന്നിരിക്കുന്നത്. എന്താണ് ഇവിടുത്തെ ബന്ധം? ദേ ആർ ഈക്വൽ. അവർ ഈക്വൽ ആയിട്ടായെങ്കിൽ അവർ തമ്മിലുള്ള സമ്മ് തുല്യമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിന്റെ കാരണം കൂടി നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഇവന്മാർ തുല്യമായിട്ട് വന്നത് എന്നുകൂടി ചോദിച്ചിട്ടുണ്ട്. കാരണം ഇവർക്കിടയിലുള്ള കോമൺ ഡിഫറൻസ് എപ്പോഴും തുല്യമാണ് അല്ലെ? കോമൺ ഡിഫറൻസ് എത്രയാണ് വന്നിരിക്കുന്നത്? ഒരു സംഖ്യയിൽ നിന്നും തൊട്ടടുത്ത സംഖ്യയിലേക്കുള്ള ഡിഫറൻസ് വന്നിരിക്കുന്നത് എത്ര തന്നെയാണ്? 3 തന്നെയാണ് അല്ലെ? കാരണം 3ന്റെ കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പൊ അവർ തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും 3, 3, 3 എന്ന് തന്നെയായിരിക്കും പോകുന്നത് അല്ലെ? അപ്പൊ അവർ തമ്മിലുള്ള സമ്മും എപ്പോഴും ഈക്വൽ ആയിട്ടാണ് പോകുന്നത്. ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? 18 ആണ് നമുക്ക് കിട്ടുന്നത്. ഈക്വൽ ആണ്, ദേ ആർ ഈക്വൽ എന്നുള്ള കാര്യവും കൂടി നമ്മൾ എഴുതണം. അവ തുല്യമാണ്. ഓക്കെ ആണല്ലോ? ശരി, അങ്ങനെയാണെങ്കിൽ സിയിലേക്ക് കിടക്കുന്നു. വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സം ഓഫ് ദി ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്പേഴ്സ് ആൻഡ് ദി മിഡിൽ നമ്പർ? അതിനുവേണ്ടി നമുക്ക് വീണ്ടും ആൾക്കാരെ എടുത്ത് എഴുതണം. എഴുതി സം ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്പർ, ഫസ്റ്റും ലാസ്റ്റും 3 + 15 എത്ര കിട്ടിയടാ? 18 ആണ് കിട്ടുന്നത്. അതും നടുക്കലത്തെ സംഖ്യയായിട്ടുള്ള 9ഉം തമ്മിൽ എന്താണ് ബന്ധം? 9ഉം 18ഉം തമ്മിൽ എന്താ ബന്ധം? 9ന്റെ ഇരട്ടിയാണ്, ഡബിൾ ആണ് എന്തെന്ന് പറയുന്നത്? 18 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സം ഓഫ് ദി ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്പേഴ്സ് ഈസ് the double of middle നമ്പറിന്റെ ഡബിൾ എടുത്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സമ്മ് കിട്ടുന്നത്. അപ്പൊ സം ഈസ് ഈക്വൽ ടു ഡബിൾ ഇൻടു മിഡിൽ നമ്പർ എന്ന് കൊടുക്കാലോ. നടുക്കുള്ള സംഖ്യയുടെ ഇരട്ടി എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? തുക കിട്ടും എന്ന് പറഞ്ഞ് ഈ ഒരു രീതിയിൽ ഇത് എഴുതുകയും വേണം. ഇതും നല്ല സിമ്പിൾ ഉള്ള ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. കാരണം ചുമ്മാ എടുത്തങ്ങോട്ട് എഴുതിയാൽ മതിയായിരുന്നു. ഓക്കെ, ഇനി അടുത്തതിലേക്ക് കിടക്കാം.
ഇതാണ് നമ്മളുടെ മെയിൻ ആള് അല്ലേടാ. 185ഉം 299നോടും തുല്യമായിട്ട് താഴെ കിടക്കുന്ന ഓപ്ഷനിൽ ഏതാണ് വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമ്മൾ ഒരു കാര്യം ഓർക്കണം, പ്ലസ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഏറ്റവും ആദ്യം 185, ഇവിടെ 185 തന്നെ വന്നു. 299നോട് കൂടി 2 കൂട്ടിയിട്ടാണ് 301 കിട്ടിയിരിക്കുന്നത് അല്ലെ. അപ്പൊ എന്തായാലും നമുക്കറിയാം ഇവൻ എന്തായാലും വരില്ല, കാരണം ആദ്യത്തെ സംഖ്യക്ക് യാതൊരു മാറ്റവും സംഭവിച്ചില്ല. അങ്ങനെ വരില്ല, എന്തായാലും ഈക്വൽ ചേഞ്ചസ് രണ്ട് സൈഡിലും വന്നിട്ടുണ്ടാവും. ഒന്നുകിൽ ആഡ് അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ ആയിരിക്കും, എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവും അല്ലെ. ഇവിടെ ചേഞ്ച് ഇല്ല, അതുകൊണ്ട് നമ്മൾ അവനെ ഒഴിവാക്കി. അടുത്തേക്ക് നോക്കിയിടാം. 185ന്ന് 1 കൂട്ടിയാൽ 185നോട് കൂടെ 1 കൂട്ടിയാൽ 186 കിട്ടും. 299നോട് കൂടെ 1 കൂട്ടിയാൽ നമുക്ക് 300 കിട്ടും. നമുക്കറിയാവുന്ന കേസാണ് അല്ലെ. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്, ഇവിടെ പ്ലസ് വന്നിരിക്കുന്നതുകൊണ്ട് രണ്ട് സൈഡിലും ഒരേ ചിഹ്നം ഇട്ട് ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ടാമത്തെ ആളെയും നമ്മൾ ഒഴിവാക്കിയിടാം. ഇനി അടുത്തതിലേക്ക് കിടക്കുമ്പോ 185ൽ നിന്നും 1 കുറച്ചാലാണ് 184 കിട്ടുക. ഇനി 299നോട് കൂടെ 1 കൂട്ടിയാലാണ് 300 കിട്ടുന്നത് അല്ലേടാ. അത് ഏകദേശം ഓക്കെയാണ്, കാരണം രണ്ടും സെയിം നമ്പർ വന്നു, ഓപ്പോസിറ്റ് സൈനും വന്നു. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാ വരേണ്ടത്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ വരേണ്ടത്. ഇനി കുറച്ച് ആൾക്കാർ ഇത് ഇങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും, 185 + 299 അതിന്റെ ആൻസർ കണ്ടുപിടിക്കുന്നു, പിന്നെ എല്ലാം ഇങ്ങനെ കൂട്ടി വെക്കുന്നു. അപ്പൊ ഓപ്ഷൻ സി മാച്ച് ചെയ്ത് വരുന്നുണ്ട്, കുഴപ്പമില്ല, അങ്ങനെ ആലോചിച്ച് കണ്ടുപിടിച്ചവരുണ്ടാവും. പക്ഷെ അതിന്റെ പരിപാടി ഇതാണ്. ഓക്കെ, പ്ലസും മൈനസും രണ്ട് സൈഡിലായിട്ടും വരണം. അതിന് ഈക്വൽ ചേഞ്ച് ഇവിടെ ഒന്നാണെങ്കിൽ അപ്പുറത്തും 1 തന്നെ വരണം. ഓക്കെ ആണല്ലോ. ഓപ്ഷൻ സി ആണ് നമ്മളുടെ ഉത്തരം വരുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ മെത്തേഡ് നമ്മളോട് പറഞ്ഞിട്ടില്ല, എങ്ങനെയാണെങ്കിലും ആൻസർ കിട്ടിയാൽ മതി സി എന്ന്. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ 4ബിയിലേക്കാണ് കിടക്കുന്നത്. വാട്ട് ഈസ് ദ റിമൈൻഡർ വെൻ ദ നമ്പേഴ്സ് 2, 5, 8, 11 ഡിവൈഡഡ് ബൈ 3? നമ്മളോട് ഒരു സീരീസ് തന്നിരിക്കുവാണേ, 2 ഉണ്ട്, 5 ഉണ്ട്, 8 ഉണ്ട്, 11 ഉണ്ട്, എക്സെട്ര ഇങ്ങനെ പോകുന്നു. ഒരു സീരീസ് ആണ്. ഇവരുടെ നമ്പേഴ്സിനിടയിലുള്ള ഡിഫറൻസ് എപ്പോഴും തുല്യമായിരിക്കും അല്ലെ. 3 ആണ് ഡിഫറൻസ് വന്നേക്കുന്നത്. നോക്കൂ, മിച്ചം കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു. മിച്ചം എത്ര വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ മിച്ചമാണ്? 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ മിച്ചമാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 2നെ നമുക്ക് 3 വെച്ച് ഡിവൈഡ് ചെയ്യാനായിട്ട് ഇപ്പൊ തൽക്കാലം നമ്മൾ പഠിച്ചിട്ടില്ല. ഡെസിമൽ വരും, അതവിടെ നിൽക്കട്ടെ. നമുക്ക് 5നെ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യാം? 3 വെച്ച് ഡിവൈഡ് ചെയ്യാം. 5/3 എത്ര ടൈംസ് പോകും? 1 ടൈംസ് പോകുന്നു, 3 വരുന്നു, റിമൈൻഡർ 2 ആണ് കിട്ടിയിരിക്കുന്നത് അല്ലെ. റിമൈൻഡർ ഇവിടെ 2 കിട്ടി. ഇനി അടുത്ത് നോക്കാം, 8നെ 3 വെച്ച് ചെയ്യാം. 1 തവണ പോയി, 2 തവണ പോയി, 6, റിമൈൻഡർ 2. ഒരെണ്ണോട് ചെയ്ത് നോക്കാം, 11/3 3 തവണ പോയി, 9, റിമൈൻഡർ 2. അപ്പൊ എത്രയാ? എല്ലാത്തിനും കോമൺ ആയിട്ട് റിമൈൻഡർ എന്ത് തന്നെ കിട്ടുന്നുണ്ട്? 2 തന്നെ കിട്ടുന്നുണ്ട്. സോ ദ ആൻസർ ഈസ് 2. മിച്ചം എത്രയാണ്? 2 ആണ് മിച്ചം വരുന്നത് കേട്ടോ. ഇനി അടുത്തതിൽ നോക്കാം, ഇസ് ദ ഡിഫറൻസ് ഓഫ് എനി 2 നമ്പേഴ്സ് ഇൻ ദ ഗിവൺ സീക്വൻസ് എ മൾട്ടിപ്പിൾ ഓഫ് 3? വൈ? എന്തുകൊണ്ടാണ് ഈ പോയിരിക്കുന്ന സീരീസിലെ 2 നമ്പേഴ്സ് തമ്മിലുള്ള ഏത് 2 സംഖ്യകളുടെ വ്യത്യാസവും 3ന്റെ ഗുണിതമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് എടുത്തെഴുതാം. 2, 5, 8, 11 അങ്ങനെ നീളുന്ന കുറച്ചധികം നമ്പേഴ്സ് ആണ് അല്ലെ. ഇസ് ദ ഡിഫറൻസ് ഓഫ് എനി 2 നമ്പേഴ്സ്? ഈ ശ്രേണിയിലെ ഏത് 2 സംഖ്യകളുടെ വ്യത്യാസവും 3ന്റെ ഗുണിതമാണോ? 3 ആണോ എന്നല്ല ചോദിച്ചിരിക്കുന്നത്, 3ന്റെ ഗുണിതമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഏതെങ്കിലും 2 നമ്പേഴ്സ് എടുത്തോ. 11ഉം 2 എടുക്കുവാണ് ഞാൻ. 11ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാടാ? 9 ആണ്. 9 എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്പിൾ അല്ലേ. 3 × 3 9 ആണ്. ഇനി നമുക്ക് 8 - 2 എടുക്കാം. 8 - 2 എത്രയാടാ? 6 ആണ് അല്ലെ. 3ന്റെ മൾട്ടിപ്പിൾ അല്ലേ 6? യെസ്, 3 × 2 ചെയ്താലാണ് നമുക്ക് 6 കിട്ടുക. അപ്പൊ അതും കൺഫേം ആയി. ഓക്കെ, അപ്പൊ അത് ഓക്കെ ആണ്. ശരി, നമുക്ക് മനസ്സിലായി. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ബിക്കോസ് കോമൺ ഡിഫറൻസ് ഇവിടെ 3 ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു സംഖ്യയുടെയും, നേരത്തെ നമ്മൾ കോമൺ ഡിഫറൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നു അല്ലെ, ഏതൊരു സംഖ്യ തമ്മിലുള്ള ഡിഫറൻസ് എടുത്താലും അത് 3ന്റെ മൾട്ടിപ്പിൾ തന്നെ വരുള്ളൂ. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ പറഞ്ഞ കാര്യം? അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തതിലേക്ക് കടക്കുവാണ്. സി ക്വസ്റ്റ്യൻ ആണ്. സി ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുവാണ്. വാട്ട് നമ്പർ ഷുഡ് ബി സബ്ട്രാക്റ്റഡ് ഫ്രം 599 to get a number which is equal to 600 - 198? നോക്കാടാ, ഇവിടെ നടുക്കലത്തെ ആ ഒരു സൈൻ ഒന്ന് ശ്രദ്ധിക്കണം, കാരണം മൈനസ് ആണ്. 600 - 198. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ 600 - 198ന് ഈക്വൽ ആയിട്ട് ഒരാളെ കണ്ടുപിടിക്കണമെങ്കിൽ 599 ഒരാളെ കുറയ്ക്കണം. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, ഇവിടെ മൈനസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ 2 സ്ഥലത്തും മൈനസ് തന്നെ ചെയ്യണം. പ്ലസ് പോലെയല്ല, ഒരേ സൈൻ ആണ് 2 സൈഡിലും വരേണ്ടത്. ശ്രദ്ധിച്ചേണം. 600ൽ നിന്നും 600നെ 599 ആക്കാൻ എത്ര കുറച്ചു? -1 ചെയ്തല്ലേ. അതേപോലെ തന്നെ അപ്പുറത്തും ചെയ്താൽ പോരെ, സെയിം പ്രോസസ് ചെയ്യണം കേട്ടോ.
198 1 കുറയ്ക്കുക. അപ്പൊ ആൻസർ എന്താ കിട്ടേണ്ടത്? 197. എത്രയാണ് നമ്മളുടെ ഉത്തരം? 197 ആണ് നമ്മൾ കുറയ്ക്കേണ്ടിയിരുന്ന ഉത്തരം. എനിക്ക് തോന്നുന്നു മറ്റേ രീതിയിൽ ചെയ്ത ആൾക്കാരുണ്ടാവും. എന്തായാലും അതിന്റെ പരിപാടി ഇതാണ് വേണ്ടത്. 600 1 കുറച്ചാലാണ് 599 കിട്ടുന്നത്. അതേ പരിപാടി തന്നെ നമ്മൾ അപ്പുറത്തും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, 198 197 കുറച്ചാലാണ് ആൻസർ കിട്ടുക. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ, which of the following is not equal to 102 minus 98? ശ്രദ്ധിക്കാൻ, നോട്ട് ഈക്വൽ ടു, അതായത് 3 പേര് ഒരേപോലെ വരുന്നുണ്ട്, ഒരാൾ മാത്രം ഇതിനകത്ത് പെടാതെ മാറി നിൽക്കുന്ന ഒരാളുണ്ടാവും, അല്ലെങ്കിൽ അവൻ ഇതിനോട് മാച്ച് ആവാത്ത ഒരാളുണ്ടാവും അല്ലെ. നമുക്ക് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ ട്രിക്ക് അപ്ലൈ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. കാരണം 102 98 തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 4 ആണ്. അങ്ങനെ 4 വ്യത്യാസം വരാത്ത ഒരാളിനകത്ത് കണ്ടുപിടിച്ചാൽ പോരെ? അത് മതി. അതാണ് സിമ്പിൾ മെത്തേഡ്. ഏതാ? 106 - 100 പെട്ടെന്ന് കിട്ടി. 6 ആണ് ഡിഫറൻസ് ഇവിടെ വന്നിരിക്കുന്നത്, ബാക്കി എല്ലാത്തിലും 4 ഡിഫറൻസ് വന്നിട്ടുണ്ട്. പക്ഷെ അതാണ് ഇവിടുത്തെ പരിപാടി അല്ല. ഇവിടുത്തെ പരിപാടി ഇതല്ല. 102 - 98. നമുക്ക് ആദ്യത്തെ ആളെടുക്കാം. 100 ആണ് ആദ്യം വന്നിരിക്കുന്നത്, 96 ആണ് അടുത്തതിന് വന്നിരിക്കുന്നത് അല്ലെ. നമ്മൾ പറഞ്ഞു മൈനസ് നടുക്ക് വന്നാൽ സെയിം നമ്പർ വെച്ച് നമ്മൾ സെയിം ഓപ്പറേഷൻ തന്നെ രണ്ട് സൈഡിലും ചെയ്യണം. ഓക്കെ, അപ്പൊ നോക്കി, 102 - 2 ആണ് 100. അപ്പൊ 98 - 2 തന്നെയായിരിക്കണം ഇപ്പുറത്തും ചെയ്യേണ്ടത്. പിടികിട്ടിയോ? അതാണ് പരിപാടി. ഇനി അടുത്തിൽ നോക്കാം. 102 - 98 104 - 100. ഇവിടെ എന്താ? കൂടുവാണ് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പോ 2 കൂട്ടി, അപ്പോ അപ്പുറത്തും 2 കൂട്ടണം. പിടികിട്ടിയോ? ഇനി അടുത്തത് 101 97 102 98. ഇവിടെ 1 മൈനസ് ചെയ്താൽ അപ്പുറത്തും 1 മൈനസ് ചെയ്യണം. ഇതാണ് പരിപാടി. പക്ഷെ ഡിഫറൻസ് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും അല്ലേടാ. ഓക്കെ ആണോ? പറഞ്ഞ കാര്യം പിടികിട്ടിയോ? അപ്പൊ ഓപ്ഷൻ സി ആണ് നമ്മളുടെ ഉത്തരം വരേണ്ടത്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമ്മളുടെ 5ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇതും മണി മാത്ത് ആണ്. ഡിസ്കൗണ്ടിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെയും ചോദിച്ചിട്ടുള്ളത് അല്ലെ. നമുക്ക് നോക്കാം. എ ഷോപ്പ് ഓഫേഴ്സ് എ ഡിസ്കൗണ്ട് ഓഫ് 9% ഓൺ ഗുഡ്സ്. ഓക്കെ, 9% ഡിസ്കൗണ്ട് ആണ് ഇവിടെ കൊടുക്കുന്നത്. വാട്ട് ഈസ് ദ ഡിസ്കൗണ്ട് ഓൺ ആൻ ഐറ്റം പർച്ചേസ് ഫോർ 10 rupees? 100 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് എത്ര ശതമാനം ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എത്ര രൂപയായിരിക്കും നമുക്ക് വിലക്കിഴിവ് കിട്ടാം? നോക്കാം. 10 × 9/100 ചെയ്താൽ പോരെ? അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണ്? 0 നമ്മൾ മുകളിൽ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 9/10 എന്നാണ് നമുക്ക് വരുന്നത് അല്ലേ. അതിനെ നമുക്ക് എന്തിലേക്ക് മാറ്റണോടാ? ഡെസിമലിലേക്ക് മാറ്റണം. അതായത് 0.9 rupees ആണ് നമുക്കിവിടെ ഡിസ്കൗണ്ട് കിട്ടുന്നത്. ചെറിയ നമ്പർ ആയി പോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാരണം നമ്മൾ 10 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തോളൂ. അതുകൊണ്ട് തന്നെ ചെറിയൊരു ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ ആണോ പറഞ്ഞ കാര്യം? ഓക്കെ ആണോ? ശരി. അങ്ങനെയാണെങ്കിൽ ബിയിലേക്ക് നമ്മൾ കടക്കുന്നു. ഇഫ് വി ഗെറ്റ് 9% ഡിസ്കൗണ്ട് ഓൺ ഗുഡ്സ് വർത്ത് 160 rupees, how much rupees will get us discount? 160 രൂപയുടെ സാധനങ്ങളാണ് വാങ്ങിച്ചെങ്കിലോ 9% ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ടെങ്കിലോ എത്രയായിരിക്കും നമുക്ക് വിലക്കിഴിവ് കിട്ടുന്നത്? അത് സിമ്പിളാ. 160 × 9/100 ചെയ്താൽ മതി. 0 നമ്മൾ കട്ട് ചെയ്യുന്നു. 16 × 9 ചെയ്യാം, /10 ചെയ്യാം. 144 എന്നാണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. /10 ചെയ്യാം. അപ്പൊ എന്ത് കിട്ടൂടാ? ഒരു സ്ഥാനത്തേക്ക് പോയിന്റ് ഇട്ടാൽ മതി. 14.4. നമ്മൾ ഡെസിമൽ മെത്തേഡ്സ് ഒക്കെ പഠിച്ചിട്ടുള്ളവർ, അതുകൊണ്ട് അത് പ്രശ്നം ഉണ്ടാവില്ല. 14.4 രൂപയാണ് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടേണ്ടത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ പറഞ്ഞ കാര്യം? അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം. If we get a discount of 200 rupees on buying a goods for 2500 rupees, what is the discount percentage? ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. 2500 രൂപയുടെ സാധനം വാങ്ങിച്ചപ്പോൾ നമുക്ക് എത്രയോ ശതമാനം ഡിസ്കൗണ്ട് കിട്ടി? അത് എന്ന് പറയുന്നത് 200 രൂപയാണ്. അതായത് 2500ന്റെ എത്ര ശതമാനമാണ് 200 എന്ന് കണ്ടുപിടിച്ചാൽ മതി. പിടികിട്ടിയോ? അതായത് 2500 × x/100 is equal to 200. ഓക്കെ ആണല്ലോ? 0 നമുക്ക് ഇവിടെ നിന്ന് വെട്ടിക്കളയാം. അപ്പുറത്തോട്ട് നമുക്ക് 0 ഒന്നും കൊണ്ടുപോകണ്ട. ഈ 2 0 ഇവിടെ നിന്നും 2 0 ഇവിടെ നിന്നും വെട്ടിക്കളഞ്ഞു. 25x is equal to 200 എന്ന് കിട്ടി. Therefore x is equal to 200 divided by 25. വേണമെങ്കിൽ നമുക്ക് 5 വെച്ച് കട്ട് ചെയ്ത് ഇവനെ 40/5 എന്നാക്കാം. 40/5 എത്രയാടാ? 8%. കട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളവർ എന്ത് ചെയ്യാം? നേരെ 25 വെച്ചിട്ട് 25 ഡിവൈഡ് ചെയ്യാൻ അറിയോ? ഇല്ല. അപ്പൊ കട്ട് ചെയ്യണം. ഓക്കെ, 40/5 എന്ന് കട്ട് ചെയ്തിട്ട് 8% നമ്മുടെ ഉത്തരം കിട്ടുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രശ്നമുള്ള ക്വസ്റ്റ്യൻ, നല്ല പ്രശ്നമുള്ള ക്വസ്റ്റ്യൻ അത്. നോക്കിയടാ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു ഡിസ്കൗണ്ട് ഓഫ് 1 paise for 1 rupee? അടിയോടാ, പ്രശ്നമായാലും ഇതിപ്പോ
ഒരു രൂപയ്ക്ക് ഒരു പൈസ ഡിസ്കൗണ്ട്, അതായത് ഒരു രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടിയത് ഒരു പൈസയാണെന്നുണ്ടെങ്കിൽ ഇത് തന്നിരിക്കുന്നതിൽ ഏതാണ് അതിനോട് ഈക്വൽ ആയിട്ടുള്ളത്? അപ്പൊ ഇവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഡിസ്കൗണ്ട് പെർസെന്റേജ് കണ്ടുപിടിക്കണം. പിടികിട്ടോ? ഡിസ്കൗണ്ട് പെർസെന്റേജ് നമ്മൾ കണ്ടുപിടിച്ചാൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടിനെ പൈസയിലേക്ക് മാറ്റാം. ഒരു പൈസ, ഒരു രൂപ എന്ന് പറഞ്ഞാൽ 100 പൈസയാടാ. അപ്പൊ നമുക്കിത് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ ആണല്ലോ? അപ്പൊ 100 പൈസയുടെ എത്ര ശതമാനം കണ്ടുപിടിച്ചാലും നമുക്ക് ഒരു പൈസ കിട്ടുക എന്നുള്ളത് കണ്ടുപിടിക്കണം. ഓക്കെ, 100 പൈസയുടെ എത്ര ശതമാനം? അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? 100 ഇൻറ്റു x/100 ചെയ്താലാണ് 1 കിട്ടുന്നത്. 0 കട്ടായി x ഈസ് ഈക്വൽ ടു 1. അപ്പൊ ഇവിടെ എത്ര ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട്? 1% ഡിസ്കൗണ്ടേ ഉള്ളൂ. എന്താണ്? 1% ഡിസ്കൗണ്ടേ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഓരോന്നിലെടുത്ത് പരിശോധിക്കുന്നു. 100ന്റെ 1%, 100ന്റെ 1% എടുത്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടണോടോ? 100 ഇൻറ്റു 1/100 എടുക്കുകയാണ്. എത്രയാ? 1 രൂപയാണ് കിട്ടേണ്ടത്. പക്ഷെ ഇവിടെ 10 പൈസയാണ്. അപ്പൊ തന്നെ അതെന്തായി? ക്യാൻസൽ ആയി. 100 പൈസയാണെങ്കിൽ കറക്റ്റ് ആയിരുന്നു. 1% ഓരോന്നിലും കണ്ടുപിടിക്കണോടാ നമ്മള്. ഇനി അടുത്ത് നോക്കാം. 10 രൂപയുടെ 1%, 10 ഇൻറ്റു 1/100, 0 കട്ട് ചെയ്തു എന്ത് വരും? 1/10, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.10. ആൻസർ ഏതാ? ബി ആണ് ആൻസർ. 0.10 എന്ന് പറഞ്ഞാൽ എത്രയാടാ? 10 പൈസയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഏതാണ് ഉത്തരം വരേണ്ടത്? ബി ആണ് നമ്മളുടെ ഉത്തരം വരേണ്ടത്. നമുക്ക് അടുത്തോട്ട് നോക്കാം. 100ന്റെ എത്ര ശതമാനമാണ് 10 കിട്ടിയിരിക്കുന്നത്? അത് 10%. 100ന്റെ 10% 10, പക്ഷെ 1%. ഇനി അടുത്തേക്ക് നോക്കാം. 10ന്റെ എത്രയോ ശതമാനമാണ് 1 രൂപ കിട്ടിയിരിക്കുന്നത്? അതും 10%. 1% അല്ല. അപ്പൊ ആൻസർ ഏതാണ്? ബി ആണ് നമ്മുടെ ഉത്തരം വരേണ്ടത്. 10ന്റെ 1% കണ്ടുപിടിച്ചാൽ നമുക്ക് 10 പൈസ എന്ന് കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ ആണോ പറഞ്ഞ കാര്യം? 10% കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1% കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടൂടാ? 10 പൈസ എന്ന് കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ, ഇതോടുകൂടി നമ്മളുടെ ക്വസ്റ്റ്യൻസ് അവസാനിക്കും. 6ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ കടന്നത് കേട്ടോ. രാധ ഗോട്ട് 4.250 liters ഓഫ് മിൽക്ക് ഫ്രം ഹെർ കൗ. അപ്പോ രാധയ്ക്ക് ഒരു പശു ഉണ്ട്. അപ്പൊ പശുവിനെ രാവിലെ പാല് കറന്നെടുത്തപ്പോ 4.250 ലിറ്റർ പാല് കിട്ടി കേട്ടോ. അങ്ങനെ ഇതിൽ നിന്നും 0.750 ലിറ്റർ ആർക്ക് കൊടുത്തുടാ? രാമുവിന്റെ വീട്ടിലും കൊടുത്തു. 1.750 ലിറ്റർ സമീറിന്റെ വീട്ടിലും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ 2 പേർക്കും കൂടി എത്ര ലിറ്റർ പാല് കൊടുത്തു എന്നാണ് ചോദ്യം. രാമുവിനും സമീറിനും കൂടി കൊടുത്ത പാലിന്റെ ആകെ അളവ് എത്ര? എങ്ങനെ കണ്ടുപിടിക്കൂടാ? 0.750 ഉണ്ട്, അതിൻ്റെ കൂടെ 1.750 കൂട്ടിയാൽ പോരെ. രണ്ടും കൂടെ ഇങ്ങോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 2.5 ലിറ്റേഴ്സ് എന്നാണ് നമുക്ക് ഉത്തരം കിട്ടേണ്ടത്. നേരെ ഇങ്ങോട്ട് കൂട്ടിയെടുക്കാം. വെരി സിമ്പിൾ. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് ദ റിമൈനിങ് ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക്? അതായത് മൊത്തം എത്ര ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ? മൊത്തം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.250 ആണല്ലേ. അപ്പൊ ടോട്ടൽ മൈനസ് സോൾട്ട്, വിറ്റത് കുറച്ചാ പോരെ. ടോട്ടൽ എന്ന് പറയുമ്പോൾ 4.250 മൈനസ് 2.5 കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഉത്തരം നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടും. എത്രയാണ് കിട്ടുന്നേടാ? യെസ്, 1.75 ആണ് നമുക്ക് കിട്ടുന്നത്. എത്രയാണ്? 1.75 ലിറ്റേഴ്സ് ആണ് നമ്മളുടെ റിമൈനിങ് ക്വാണ്ടിറ്റി കിട്ടുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അടുത്തത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല, നമ്മുടെ ഡെസിമൽസിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. റൈറ്റ് ദ ഡെസിമൽ ഫോം ഓഫ് 25/100 പ്ലസ് 3125/1000. ഇത് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ ഡിനോമിനേറ്റർ ഈക്വൽ ആക്കാം, 1000 ആക്കി ചെയ്യാം, അല്ലെങ്കിൽ ഇത് പോയിന്റ് ഇട്ട് ചെയ്യാം. പോയിന്റ് ഇട്ട് ചെയ്യുന്നതാണ് ഭയങ്കര എളുപ്പം. ശ്രദ്ധിച്ചേടാ, ആദ്യത്തെ 25/100 എന്ന് പറഞ്ഞാൽ 0.25 അല്ലേടാ, പ്ലസ് അടുത്തതിൽ 3.125 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ രണ്ടും കൂടി കൂട്ടിയാൽ പോരെ. 3.125 പ്ലസ് 0.25. അപ്പൊ ആൻസർ എന്ത് കിട്ടൂടാ? 3.75 ലിറ്റേഴ്സ് ആണ് നമ്മളുടെ ഉത്തരമായിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചോദ്യത്തിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണിത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു 5.205. വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ആദ്യം നമുക്ക് ഒഴിവാക്കേണ്ട ആൾക്കാരെ ഒഴിവാക്കാം. ഇവനെ ആവശ്യമില്ല, ഇവൻ അധികപ്പെട്ടാണ്. കാരണം 3125, അവൻ എന്താ ഇവിടെ കാര്യം? ഇവിടെ 5205 കാര്യം അല്ലെ. അപ്പൊ തന്നെ നമ്മൾ ഇവരെ പുറത്താക്കി. പക്ഷെ ബാക്കി എല്ലാവർക്കും ഈക്വൽ ചാൻസസ് ഉണ്ട് അല്ലെ. കാരണം എല്ലാത്തിനും 5ഉം 2ഉം 0 എല്ലാവരും വരുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിക്കേടാ, ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്, മിശ്ര ഭിന്നസംഖ്യയാണ് അല്ലെ. ഇവരെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? 5 ഉണ്ട്, 205/100 ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ 100നെയും 5നെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 500 ആണ് കിട്ടുന്നത്. അതിനോടുകൂടെ 205 കൂട്ടണം. അപ്പോ ശ്രദ്ധിച്ചു നോക്കി, 500 പ്ലസ് 205 എത്രേ വരുള്ളൂ? 705 വരുള്ളൂ. അത് നമുക്ക് ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ പറ്റില്ല. അപ്പൊ തന്നെ ഇവനെ നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കാം.
ഇവനെ ഒഴിവാക്കി, ഇവനെയും ഒഴിവാക്കി. ഇനി അടുത്ത് നോക്കിയടാ, എയും ഉണ്ട് സിയും ഉണ്ട്. നമുക്ക് ആദ്യം സീനെ പിടിക്കാം. സി നോക്കിക്കേ 5 ഉണ്ട്, അതിനോടുകൂടെ 2/10 എന്ന് പറഞ്ഞാൽ 0.2 ആണ്. 5/1000 0.005 ആഡ് ചെയ്താലേ നമുക്ക് ഈ ഒരു ആൻസർ അല്ലെങ്കിൽ ഈ ഒരു ഫ്രാക്ഷന്റെ ഡെസിമൽ ഫോം കിട്ടുള്ളൂ അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, കൂട്ടാം. 0.2 പ്ലസ് 0.005, അതേപോലെ തന്നെ ഏറ്റവും ആദ്യം 5. ഓക്കെ ആണ്, ഇങ്ങനെയാണ് കൂട്ടേണ്ടത്, അല്ലെങ്കിൽ തെറ്റൂട്ടാ. ഓക്കെ, നോക്കാം നമുക്ക് എന്താ. 0.2 ഉണ്ട്, 0.005 ഉണ്ട്, 5.0 ഉണ്ട്. ചെയ്ത് നോക്കിയാലോ. യെസ്, 5.205 കിട്ടിയാലോ. 5.205 കിട്ടിയാലോ. അപ്പൊ ഓപ്ഷൻ സി ആണ് നമ്മളുടെ ഉത്തരം കിട്ടേണ്ടത്. നമുക്ക് എയും കൂടി ഒന്ന് ചെക്ക് ചെയ്തേക്കാം. എന്തായാലും ഇവിടെ വരെ എത്തിയതല്ലേ, അപ്പൊ നമുക്ക് എയും കൂടി ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ആദ്യം നോക്കിയിടാം. 5 × 1 5 പ്ലസ് 2 × 1/10 എന്ന് പറഞ്ഞാൽ 2/10 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.2. 5 × 1/100 എന്ന് പറഞ്ഞാൽ 5/100 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.05. ഓക്കെ, പക്ഷെ പ്രശ്നമുണ്ട്, കാരണം ഇവിടെ 2 സ്ഥാനം നീക്കി. 2 പൂജ്യം ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ 1 പൂജ്യം ഉള്ളൂ. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം 0.2 0.055. പ്രശ്നം വരുന്നത് 5.25 ആയി പോവാൻ. 5.205 വരൂല അല്ലെ. അപ്പോ രണ്ടും ഏകദേശം ഒരേപോലെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഒരു 100ഉം ഇവിടെ ഒരു 1000ഉം, അതിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതും തെറ്റാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ഓപ്ഷൻ സി ആണ് നമ്മളുടെ കറക്റ്റ് ഉത്തരം വരേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എത്ര പേർക്ക് എത്ര മാർക്ക് കിട്ടും, അല്ലെങ്കിൽ ഏതൊക്കെ ശരിയായി, ഭയങ്കര ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഏതായിരുന്നു മിസ്, എനിക്കത് മനസ്സിലായില്ല. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളുടെ ആ ഒരു കൺസേൺസ് താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക. എല്ലാവർക്കും നമ്മളുടെ എക്സാം അടിപൊളിയായിട്ട് എഴുതാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു. ഇനി പറ്റാത്തവർക്ക് അടുത്ത എക്സാം നമുക്ക് നോക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്തവണ വന്ന മിസ്റ്റേക്സ് എല്ലാം മാറ്റാം, അടുത്ത എക്സാമിന് നമ്മൾ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.